ഏറ്റവും നമ്പർ 1 മറ്റേ നമ്മളുടെ ഗോൾഡ് മാഫിയ, അങ്ങനത്തെ കുറച്ച് മാഫിയ ടീമാണ് ഇവര്. അവൻ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ വിഡോസിനെയും ഡിവോഴ്സീസിനെയും ഒക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ഷോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് ഒക്കെ പോയേക്കുന്നത് വെരി ഓപ്പൺലി, ഇഫ് ഐ ഗോ ടു സേ, രേണു സുധി, സജന ഫിറോസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. ചേട്ടാ ശരിക്കും പറഞ്ഞാൽ രേണു സുധിയെ പോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. രേണുസുധിയുടെ പേര് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഈ സ്വർണ്ണക്കടത്തും സ്മഗ്ലേഴ്സും ഇവരിടയിലൊക്കെ രേണുസുധി പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊരു കഥ ആദ്യമായി പറയുന്നത് റിഫയുടെ ആത്മാവ് തന്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്ന് പറയുന്ന റൂഹി ജാനാണ്. ഇവിടെ റിഫയുടെ മരണം ദുബായ് പോലീസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം കഴുത്തിൽ മുറിപ്പാട് ഉണ്ട് എന്നും അതേപോലെ ഷാള് മുറുകിയിട്ടാണ് മരിച്ചു എന്നുള്ളതാണ്. അവിടെ തൂങ്ങി മരിച്ചതാണ് എന്നുള്ള ഒരു കാര്യം പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ സൈഡിൽ ആ ഒരു പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ അവിടുത്തെ പ്രാഥമിക റിപ്പോർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് റൂഹിജാനാണ് ആദ്യമായിട്ട് പുറത്തു വിടുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കടത്ത്, മറ്റുള്ള കാര്യങ്ങൾ, ലഹരി കടത്ത്, അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അവരുടെ അടുത്ത് ആത്മാവ് വന്ന് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഇന്ന് രാവിലെ പുലർച്ചെ ഞാൻ സ്വപ്നം കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് രേണുസുധിയുടെ വീഡിയോന്റെ അടിയിൽ വന്ന കുറെ കമന്റുകൾ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും അവരെ എതിർക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഇത്രയും നാള്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഹസനങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രോഗാവസ്ഥയെ അവരതിൽ തരണം ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ പണ്ട് കാണിച്ച പ്രഹസനങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അതൊക്കെ വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ രേണുവിന്റെ പേര് ആദ്യമായിട്ട് പറഞ്ഞത് ഇവരാണ്. ഞാൻ സ്വപ്നത്തിൽ കണ്ടതോ അത് തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാകാം. അപ്പൊ ഞാൻ അതൊന്നും കൂടി ഇരുന്ന് കാണുകയാണ്. അതൊന്നും കൂടെ ഇരുന്ന് കാണുമ്പോ ഇപ്പൊ റിഫ മെഹനാസിന്റെ കേസിൽ പല കാര്യങ്ങളും ഇപ്പോഴും ഫുള്ളായിട്ട് തെളിഞ്ഞിട്ടൊന്നുമില്ല അല്ലെ. ഇപ്പൊ റിഫയുടെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവരുടെ മാതാപിതാക്കൾ കൊടുത്ത പരാതിയുടെ പുറത്ത് 2 മാസത്തിന് ശേഷം, മറവ് ചെയ്ത് 2 മാസത്തിന് ശേഷം അത് റീ ഓപ്പൺ ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തു. അതിൽ നിന്നും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. കാരണം 2 മാസം കഴിഞ്ഞില്ലേ, പിന്നെ എന്ത് കിട്ടാനാണ്. അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അന്ന് മുതലേ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വർണ്ണക്കടത്ത്, പിന്നെ കള്ളക്കടത്ത്. അന്നൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല. ഞാനതിനെ കുറിച്ച് തന്നെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അത് വീണ്ടും റീ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഫിറോസ് ഖാൻ പറഞ്ഞൊരൊറ്റ വാക്കാണ്. അല്ലെങ്കിൽ സജന ഫിറോസിന്റെ ഈ ഒരു വിഷയം ഉണ്ടല്ലോ, വെറും ഒരു കുൽസിതം മാത്രമല്ല, ഇതിന്റെ അപ്പുറത്ത് നടന്ന വലിയ കാര്യങ്ങൾ. റസൂൽ പൂക്കുട്ടിക്കടക്കം ആ കള്ളക്കടത്ത് ടീമിനെ അറിയാമായിരുന്നു എന്നൊരു കാര്യം കൃത്യമായിട്ട് സജന ഫിറോസ് പറഞ്ഞു വെക്കുന്നുണ്ട്. പറഞ്ഞു തന്നെ വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് എന്തായാലും മെഹനാസിന്റെ വിഷയം, അതായത് റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് റൂഹിജാൻ പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ അത് കാതോർത്ത് കേൾക്കുക. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തെറി വിളിക്കരുത്. മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ തെറി വിളിച്ചാൽ ഒരു തേങ്ങാക്കൊലയില്ല. കേൾക്കാം. അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞു വീടുണ്ടാക്കി ഫാദറിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒന്ന് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ആ റിഫക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് ചെന്ന് പെട്ടത് സ്മഗ്ലിങ്ങിന്റെ ആൾക്കാരുടെ കയ്യിലായിപ്പോയി. അവള് പെട്ടത്, അത് പെടുത്തിയത് ജംഷാദും ആഷിഖൊക്കെ കൂടിയാണ്. അപ്പൊ ഏതൊരു പെൺകുട്ടിയും ദുബായിൽ എത്തിയിട്ട് എന്തെങ്കിലും പൈസ ഒന്ന് ഉണ്ടാക്കണം, ഷോപ്പിൽ നിന്നിട്ട് ആക്കുന്നുണ്ട്, മോഡലിംഗ് ഇതിൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പം ആൾക്കാര് ഇൻവോൾവ് ആവും. എന്തോ ഇത്ര പൈസ തന്നാൽ ഇങ്ങനെ ചെയ്താൽ ഇത്ര പൈസ കിട്ടും എന്നൊക്കെ. ചിലപ്പം എനിക്ക് ഇത്ര പൈസ കിട്ടും എന്നുള്ളത് ചിലപ്പം ഒരു അറ്റംപ്റ്റോ 2 അറ്റംപ്റ്റോ ചെയ്തെന്നും വരും. ആ ചെയ്ത് കഴിഞ്ഞപ്പം ഇനി ഇത് ഞാൻ ചെയ്യില്ല, ഇത് ഞാൻ ചെയ്യുന്ന തെറ്റാണ്, എപ്പോഴെങ്കിലും പിടിച്ചു പോയാൽ എന്റെ ലൈഫ് പോകും, എനിക്കൊരു കുഞ്ഞുള്ളതാണ്, ഈ ബോധമൊക്കെ ആ കുട്ടിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിഫ അത് കണ്ടിന്യൂ ചെയ്യാൻ റെഡി ആവാതിരുന്നത്. പക്ഷെ അപ്പോഴേക്കും എന്തായി, റിഫയ്ക്ക് ഇവരെല്ലാവരും അറിയാം ആരാണ് ഇത് ചെയ്യുന്നതും സ്മഗ്ലിംഗ് ചെയ്യുന്നതും, ആരാണ് ഇതിന്റെ പിറകിൽ, ആരാണ് ഇതിന്റെ മെയിൻ ഹെഡ് എന്നും എല്ലാം റിഫക്ക് അറിയായിരുന്നു. അപ്പൊ റിഫ കാണുന്നുണ്ട് കണ്ണോട് വേറെയും പെൺകുട്ടികൾ ഇവരെ ട്രാപ്പിലാക്കുന്നതൊക്കെ. അപ്പൊ ഇനി അതാ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം റിഫയുടെ ഉള്ളിലുണ്ട്. അത് പുറത്തോട്ട് വരണം, ദുബായ് പോലീസ് ഇത് അറിയണം എന്നുള്ളൊരു കാര്യമായിരുന്നു റിഫക്ക് ഉണ്ടായത്. പക്ഷെ റിഫ ഒരിക്കലും വിചാരിച്ചില്ല ഇത് അവൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വലിയ ഫ്രോഡ് ക്രിമിനൽസിന്റെ നേരെയാണ് റിഫ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് റിഫക്ക് അറിയില്ലായിരുന്നു ശരിക്കും. അപ്പം അവിടെ ഇതിനുള്ള കൂട്ട് മെഹനാസും ജംഷാദും ആഷിഖും എല്ലാവരും അതിനുള്ള കൂട്ട് റിഫ ഒറ്റക്കാണെന്നുള്ള കാര്യം റിഫ അറിഞ്ഞില്ല. അപ്പൊ ഇവരാരുമില്ല, എന്റെ ബ്രദറിനോട് പറയട്ടെ എന്ന് പറഞ്ഞതാണ് അവിടെ ബ്രദറിനോട് എത്തുന്ന മുമ്പ് തന്നെ റിഫനെ ഇല്ലാതാക്കിയത്. ഓക്കെ, റിഫ പോലീസിനെയോ അല്ലെങ്കിൽ ബ്രദറിനെ അറിയിക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ തീർത്തു എന്നാ പറയുന്നത്. ഈ ഒരു കാര്യം റൂഹിജാൻ എങ്ങനെയാണ് ഇങ്ങനെ കൃത്യമായി പറഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് എടുത്തു വന്ന് പറഞ്ഞു കൊടുത്തെന്നാ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. പക്ഷെ അവർ പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് കൃത്യമായിട്ട് ഇതാ ഫിറോസ് ഖാൻ പുറത്തു വിടുകയാണ്. സെയിം ഡീറ്റെയിൽസാ പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കാം. ഇപ്പൊ ഈ പറയുന്ന ഫിറോസ് ഖാന് റൂഹിജാൻ പറഞ്ഞ വീഡിയോ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും അത് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാനിവിടെ. പരിപാടി എന്ന് പറയുന്നത് ഇവർ 3 പേർക്ക് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിലാണ് ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ള
കാര്യങ്ങൾ നടക്കുന്നത്, ലഹരി മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്, അതിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇവർ നമുക്ക് നാളെ ഒരു ലീഗലായിട്ട് പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ തെളിവാണ്, ചുമ്മാതെ വായ്ത്തു വന്ന് വിളിച്ചു പറയുകയല്ല. ഇവരൊക്കെ ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി കൊണ്ടുനടന്ന സജനയ്ക്ക് ഒരു പുതിയ ലോകം എന്താണെന്നുള്ളത്, ലഹരി ലോകം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളെ എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ അബുദാബിയിൽ ഒരു ലേഡിയുമായിട്ട് പേര് പെട്ടെന്ന് പറഞ്ഞു, ആ ലേഡിയുമായിട്ട് സജന പോകുന്നു. ഇവിടെ ഫിറോസ് ഖാൻ പറയുന്ന പേരുകളുണ്ടല്ലോ, റൂഹിജാൻ പറയുന്ന പേരുകളിലിട്ട് സാമ്യമല്ല, സെയിം പേര് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി തീർച്ചയായിട്ടും ഇതിൽ ഇടപെടൽ നടത്തണം. ഈ റൂഹിജാൻ പറഞ്ഞ വാക്കുകൾ, അതായത് റിഫയുടെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോ ഫിറോസ് ഖാൻ പറഞ്ഞ പേരുകളിലും കൃത്യമായിട്ട് അവരുടെ പേര് പറയുന്നുണ്ട്. ഞാൻ ആ പേര് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, കേൾപ്പിക്കുന്നില്ല. അത് വരും ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കില്ല ചില ആളുകൾ, അത് ഉറപ്പാ. ഈ വീഡിയോസ് കൊള്ളേണ്ടടുത്ത് കൊണ്ടാൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് വരും, തീർച്ചയായിട്ടും ഞാൻ പുറത്തു വിടും ആരാണ്, എന്താണ്, ഏതാണെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ റിഫ മെഹനാസ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതൊന്നും അന്വേഷണങ്ങൾ അവസാനിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇവിടെ ഇടപെടൽ നടത്തേണ്ടത് കേരള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പാണെന്നുള്ളതാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു കാര്യം പറയുന്നത്. ഇവിടെ സജനാനൂർ തന്നെ നേരിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ട്, ദിയാസനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ദിയാസന മറുപടി ആയിട്ടൊരു വീഡിയോ ഒക്കെ തന്നു. പക്ഷെ ആ വീഡിയോയിൽ അവർ വെല്ലുവിളിച്ചിട്ട് എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് വിശ്വസിക്കാന്നുള്ളതാണ്. നമുക്ക് ഇവരെ ആരും അറിയില്ല. ഈ സജനാനൂറും അതുപോലെ തന്നെ ദിയാസനയൊക്കെ ഭയങ്കര സുഹൃത്തുക്കളാണെന്നാണ് നജീബ് പറയുന്നത്. നജീബ് അല്ല, അവരുടെ പേരെന്താണ്, നാദിറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവർക്കൊക്കെ അത്ര കോണ്ടാക്ട് ഉണ്ട്, അവർക്ക് അത്ര നല്ല ബന്ധങ്ങളുണ്ട്, അവരൊക്കെ അടിപൊളിയാണെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഇനി വീണ്ടും ഇതിലേക്ക് തന്നെ കടന്നു വരാം. ഇപ്പൊ റിഫയുടെ മരണം കഴിഞ്ഞു, ഉടനെ തന്നെ ഒരു ആംബുലൻസ് എത്തുന്നു, ഉടനെ തന്നെ അവർ നാട്ടിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യൻ എംബസി മുഖാന്തരമൊക്കെ തന്നെയാണ് നാട്ടിലെത്തിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഏതൊരു സിനിമ പെട്ടെന്ന് ഓർമ്മ വരികയാണ്, നമുക്ക് ആ ഒരു ഇതൊന്ന് കേൾക്കാം. അവൻ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ വിഡോസിനെയും ഡിവോഴ്സീസിനെയും ഒക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ഷോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് ഒക്കെ പോയേക്കുന്നത് വെരി ഓപ്പൺലി, ഇഫ് ഐ ഗോ ടു സേ, രേണു സുധി, സജന ഫിറോസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. രേണു സുധിയും സജന ഫിറോസ് അതിൽ പെട്ടിട്ടുണ്ട് എന്നാ പറയുന്നത്. അതായത് അവരതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെന്നല്ല പറഞ്ഞത്, പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഡൗട്ടാണ് ഇവർ പറയുന്നത്. പെട്ടിട്ടുണ്ടോ, ഇനി മനഃപൂർവ്വം പോയി പെട്ടതാണോ, ഇനി ഇത് നുണയാണോ, വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ഇതിനിടയിൽ പറയാതിരിക്കാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഷെഫീന ബീവി താത്ത പുറത്തുവിട്ട കുറച്ച് സാധനങ്ങളാണെന്നുള്ളതാണ്. അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിൽ കൃത്യമായ വിരൽ ചൂണ്ടലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവരെ കുറിച്ച് കുറ്റം പറയുന്ന ആളുകൾക്കൊക്കെ നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട, ഇത്രയും നാൾ ക്രൂശിച്ചിരുന്ന ആളുകളൊക്കെ സപ്പോർട്ട് തന്നെ ചെയ്തിരിക്കുക, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഞാനും പൂർണ്ണമായിട്ടും രേണുസുതി ഇന്നതാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇവർ പറഞ്ഞതുപോലെ ഇവരെയൊക്കെ കൊണ്ടുവന്ന ആളുകൾ അവരാണ്. ആ പേര് കോമൺ ആയിട്ട് ഫിറോസ് ഖാനും പറയുന്നുണ്ട്, തെളിവുണ്ടെന്ന് ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു തെളിവ് പുറത്തു വിടണം. ഇത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്മഗ്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഓരോ കുട്ടികളെ നശിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ലഹരി എന്നുള്ളത്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തു വിടുക എന്നുള്ളതാണ്. അപ്പൊ രേണു സുധിയെയും അതുപോലെ സജന ഫിറോസിനെയൊക്കെ കൊണ്ടുവന്ന ആൾ റിഫയുടെ മരണവുമായി ബന്ധമുണ്ട്, റിഫയെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം, അതായത് ഗോൾഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിരുന്നു എന്നൊരു കാര്യമാണ് റൂഹിജാൻ പറയുന്നത്. റൂഹിജാൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഇവരുടെ ഫാമിലി, റിഫയുടെ ഫാമിലി ഒന്നും വരുന്നത് ഞാൻ കണ്ടില്ല. പക്ഷെ റൂഹിജാൻ പറഞ്ഞ പല പേരുകളെയും ഞാൻ കോൺടാക്ട് ചെയ്തു, കുറെ ആളുകളെ കോൺടാക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അവരെല്ലാരും പറയുന്നത് അവരുടെ ഭാഗം ക്ലിയർ ആണെന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെ തന്നെ പറയാ, നമുക്കവരെ കൂടുതലായിട്ട് അറിയില്ല, ഒരു ഫോൺ കോളിലൂടെ മനസ്സിലാക്കിയത് മാത്രമാണ്, അല്ല അതിന്റെ അപ്പുറത്തേക്ക് കാലങ്ങളായി പരിചയമില്ലാത്ത ആളുകളാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, പോലീസ് അന്വേഷണം ഈ വിഷയത്തിലേക്ക് തിരിച്ചു വിടേണ്ടതായിട്ടുണ്ട്. അവരുടെ കുൽസിതവും മറ്റുള്ള സാധനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ആളുകൾക്ക് കുൽസിതം കാണാനാവും താല്പര്യം, ഇതൊന്നും താല്പര്യം ഉണ്ടാവില്ല. 30,000-35,000 ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും മേടിച്ചുകൊണ്ടാണ് ഞാൻ നേരെ ദുബായി കയറി പോകുന്നത്. ദുബായി കയറി പോയിട്ട് അവിടെ ഈ പറഞ്ഞ കൊള്ളാവെന്ന് പറഞ്ഞിട്ട്, ചേട്ടാ ശരിക്കും പറഞ്ഞാൽ രേണുസുതിയെ പോലെ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ, രേണുസുതിയെ പോലെ ഞാൻ ബാറുകളിൽ പോയിരിക്കുക. എനിക്ക് ഈ ലോകം അറിയത്തില്ല, ആദ്യമായിട്ടാണ് ഞാൻ വിദേശത്ത്, എനിക്ക് ഫ്ലൈറ്റ് ഇരുന്നിട്ടില്ല ഞാൻ ഇന്ന് വരെ. ബാറിലോട്ടാണോ കൊണ്ടുപോകുന്നത്? അല്ല പറയട്ടെ, അതായത് ഭയങ്കര ഇല്ലീഗൽ ആയിട്ടുള്ള നടക്കുന്ന സ്ഥലത്തല്ലേ എന്നെ കൊണ്ടുപോകാം. ഏറ്റവും നമ്പർ 1 മറ്റേ നമ്മളുടെ ഗോൾഡ് മാഫിയ, അങ്ങനത്തെ കുറച്ച് മാഫിയ ടീമാണ് ഇവർ. എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പോയി വീണതെന്നുള്ളത്. അപ്പോൾ ഈ
സജിനയുടെ കയ്യിൽ ഇവർ ഗോൾഡ് വല്ലതും തിരിച്ചു ഇല്ല തിരിച്ചു വരുമ്പോൾ ഒരു സാധനം ഇല്ലല്ലോ. എന്നെ ഇവരാണല്ലോ കൊണ്ടുവരുന്നത്. കാരണം ഇവിടുന്ന് ആ ഗ്യാപ്പിൽ നിന്ന് നമ്മൾ വേറൊരു ഗ്യാങ്ങിലോട്ട് കൊണ്ടുവന്ന് അവർ വന്നിട്ട് ഈ പുള്ളിക്കാരി എന്നെ വന്നു അവിടെ കുടുങ്ങി എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണോ മനസ്സിലായി? അല്ലല്ല, ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ കുറച്ച് ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഇത് ശരിയാവത്തില്ല, ഇവിടുന്ന് വന്നോ, നീ പെട്ടെന്ന് വന്നോ എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ വിളിച്ചിട്ട് അങ്ങനെയാണ് പുള്ളിക്കാരൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് റസൂലൊക്കെ വിളിച്ച് എന്നെ സംസാരിക്കുന്നത്. മോളെ വേറെ ഒന്നും വേണ്ട, ടെൻഷൻ ഒന്നും അടിക്കണം, ഞങ്ങൾ എല്ലാവരും ഉണ്ട്, നീ പോയി വീണേക്കുന്ന വലിയൊരു സംഭവത്തിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പറയാം എന്ന് പറഞ്ഞ് ഇവരെന്നെ പേടിപ്പിക്കുക എല്ലാവരും കൂടെ. അപ്പൊ റസൂൽ പൂക്കുട്ടിക്കും കൃത്യമായിട്ട് ഈ കാര്യം അറിയാമെന്നുള്ളത്. വലിയൊരു ടീമിന്റെ ഇടയിലാണ് നീ പെട്ടിരിക്കുന്നത്, സ്മഗ്ലേഴ്സ്. എങ്ങനെ റസൂൽ പൂക്കുട്ടിക്ക് ഇതിനെ അറിയാം? വലിയൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. വെറും കുൽസിതല്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാ, വെറും കുൽസിതല്ല. റിഫയുടെ കേസ്, ഇപ്പൊ രേണുവിനെയും സജിനെയൊക്കെ കൊണ്ടുപോയ ടീം റസൂൽ പൂക്കുട്ടിക്ക് ഇവരെ കുറിച്ച് അറിയാം. നീ പെട്ടിരിക്കുന്ന വലിയൊരു ടീമിന്റെ അടുത്താണ്, നീ നാട്ടിൽ വാ എന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് റസൂൽ പൂക്കുട്ടി അവിടെ നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നു. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളൊരു ഏപ്പടം കേൾക്കുന്ന രീതിയിലാണ് പല ഇന്റർവ്യൂകളും കാണാറില്ലേ? ആ ഒരു രീതിയിൽ തന്നെയാണ് പല ശബ്ദ സന്ദേശങ്ങളും നമ്മൾ കേട്ടതാ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് തന്നെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം. അന്ന് റോഹിജാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഈ കേസ് കൊണ്ടുവരിക, പുറത്ത് കൊണ്ടുവരിക, റിഫയുടെ കേസിൽ ഒരു തീർപ്പാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്റർനാഷണൽ ലെവലിൽ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങ് ദുബായിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് പൂർണ്ണമായിട്ടും ഈ പറയുന്ന സ്ത്രീ വിശ്വാസമല്ല കേട്ടോ, ഈ സജിന ഫിറോസിനെ. ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ അവർ ഒരുപാട് നുണ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അവർ അറിയാണ്ട് പോയി പെട്ടു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അറിഞ്ഞുകൊണ്ട് പോയതാവാനാണ് സാധ്യത. ഇനി എന്തായാലും റോഹിജാൻ പറയുന്ന ഈ വാക്കും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കേ. പിന്നെ അതിന് ശേഷം അവിടെ ഒരു ആംബുലൻസ് ചായ കുടിക്കാൻ നിന്നിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ആംബുലൻസ് കൊണ്ടുവന്നു. എല്ലാം ക്രിയേറ്റഡ് സ്റ്റോറീസ് ആണ്, ഇതൊന്നും ട്രൂത്ത് അല്ല, ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. പക്ഷെ ഈ പറഞ്ഞ ആംബുലൻസ് അവിടെ വന്നത് റിഫക്ക് വേണ്ടി തന്നെയാണ്. എത്രയും പെട്ടെന്ന് റിഫനെ അവിടെ നിന്ന് എടുത്ത് എത്രയും പെട്ടെന്ന് ആംബുലൻസിൽ കയറ്റി എത്തിക്കേണ്ടടുത്ത് എത്തിക്കാം. ഒരു സൂയിസൈഡ് ആണോ എന്താണെങ്കിലും ദുബായ് റൂൾ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രമേ ബോഡി നാട്ടിലെത്തിക്കും. വിത്തിൻ 24 hours ബോഡി നാട്ടിലെത്തിക്കുക, ഇതായിരുന്നു അവരുടെ മോട്ടോ. അത് അവർ ചെയ്യും ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ബോഡി നാട്ടിലെത്തിക്കണം. ഞാൻ പറഞ്ഞില്ല, ഒരു സിനിമ എനിക്ക് ഓർമ്മ വരുന്നു. സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അറിയുന്നവർ കമന്റ് ചെയ്യുക. ഒരു സുഹൃത്തിനെ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴെ ഇടുകയാണ് ഗൾഫിൽ നിന്ന്. ആള് മരണപ്പെടുന്നു. ആളുടെ ആ ഡെഡ് ബോഡിയുടെ കൂടെ ആ ശവപ്പെട്ടിക്ക് അകത്ത് വെച്ചിട്ട് ഒരു ഗോൾഡോ അല്ലെങ്കിൽ പണമോ എന്തോ നാട്ടിലേക്ക് കട്ടുകൊണ്ടുവരുന്ന ഒരു സാധനമാണ്. നേരെ ഗൾഫിൽ നിന്നും നാട്ടിലെത്തിക്കുന്നു. ഒരു തരത്തിലുള്ള സ്കാനിങ്ങോ ഒന്നും ചെയ്യുന്നില്ല, നേരെ കൊണ്ടുപോകുന്നു, അതിൽ നിന്ന് സാധനം എടുക്കുന്നു. ഇതാണ് ആ സിനിമ. സിനിമയുടെ പേര് ഓർമ്മയില്ല, ഈ വീഡിയോ ചെയ്യുന്ന സമയത്താണ് എനിക്ക് അത് ഓർമ്മ വന്നത്, അതുകൊണ്ട് പറഞ്ഞാന്നുള്ളതാണ്. അപ്പൊ രാവിലെ കണ്ട സ്വപ്നം ഇതായിരുന്നു. റിഫയുടെ മരണവും സജിന ഫിറോസും അതേപോലെ രേണുസുതിയും അതേപോലെ റൂഹിജാനും പറയുന്ന വാക്കുകളിൽ, ഫിറോസ് ഖാൻ പറയുന്ന വാക്കുകളിൽ എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത്. സ്വർണ്ണക്കടത്താകാം, ചിലപ്പോ സ്മഗ്ലിംഗ് ആകാം, ചിലപ്പോ പെൺവാണിഭം പോലും ആകാം എന്നുള്ളതാണ്. അത് പെട്ടെന്ന് ഒരു ചെറിയ തോട്ട് വന്നു. ഞാൻ അപ്പം മുതൽ ഇതുവരെ ഞാൻ ആ വീഡിയോയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. പല കീവേഡ് അടിച്ചു നോക്കിയിരുന്നു, പലതും തിരഞ്ഞു നോക്കി, പല ഡീറ്റെയിൽസും കിട്ടി. ChatGPTയും ജെമിനിയും ഗൂഗിളും ഒക്കെ അരിച്ചു പെറുക്കി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് തന്നെ വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്തതാണ്. പക്ഷെ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചു, കേസ് അത് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, റിഫയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് തന്നെ കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. മരണം സംഭവിച്ചത് കഴുത്തിൽ മുറുക്കം നേരിട്ട് തൂങ്ങിയത് മൂലമാണ് എന്നാണ് റിപ്പോർട്ട്. മരണപ്പെട്ട വ്യക്തിയുടെ പേര്, നാഷണാലിറ്റി, പിന്നെ പ്രോസസ് നമ്പറും ആ കാര്യങ്ങൾ അതിലുണ്ട്. മൃതദേഹത്തിന് 164 സെന്റിമീറ്റർ നീളവും 61 കിലോഗ്രാം തൂക്കമുണ്ട്. റിഫയുടെ ആ ഒരു കാലഘട്ടത്തിലുള്ള, നിങ്ങൾ അവരുടെ ഫോട്ടോ കണ്ടതായിരിക്കും, 61 കിലോ ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് കണ്ട ഒരു 54-50 കിലോമീറ്റർ തോന്നിയിട്ടുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. മരണസമയത്ത് അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെ കുറിച്ച് കൃത്യമായി എഴുതിയിട്ടുണ്ട്. കഴുത്തിന് ചുറ്റുമായി ഏകദേശം 5x3 സെന്റിമീറ്റർ അളവിൽ ചുവന്ന് അല്പം ആഴ്ന്നിറങ്ങിയ ഒരു മുറിവുപാട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ചില ഭാഗങ്ങളിൽ പോറലുകളുമുണ്ട്. ഇത് കഴുത്തിന്റെ ഇടത് ഭാഗത്ത് നിന്ന് തൂങ്ങി വലത്തോട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് പോയി കഴുത്തിന്റെ വലത് വശത്തിന് പുറകിലായി ഏറ്റവും ഉയർന്ന ഭാഗത്ത് എത്തി നിൽക്കുന്നു. തൂക്കി എന്നുള്ളത്. മൃതദേഹം പൂർണ്ണമായിട്ടും വിറങ്ങലിച്ച അവസ്ഥയിലായിരുന്നു. മരിച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ആൻഡ് ഐ ഹാവ് നോ എവിഡൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ സൂയിസൈഡ്. എന്താണ്? ഇത് ഒരു ആത്മഹത്യയാണെന്നതിന് എന്റെ പക്കൽ തെളിവുകളൊന്നുമില്ല എന്നാണ് ആ റിപ്പോർട്ടിലൂടെ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ തന്നെ പറ, ആ മരണം, ആ ഒരു കേസ് അത് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ ഇല്ലേ? തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിറോസ് ഖാൻ ഇത് ആ ഒരു വീഡിയോ വന്ന കാലങ്ങൾക്ക് ഇപ്പോഴും വീണ്ടും പറയുന്നു, സജിന ഫിറോസിനെ കൊണ്ടുപോയ ടീമും അതും ഇതും ഒന്നാണ് എന്നുള്ളത്.
പിന്നെ സ്വർണ്ണക്കടത്ത്. ഇനി നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇവിടെ ഞാൻ രേണുസുധീനെ ക്രൂശിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല ഇട്ടത്. ഞാൻ രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കരുത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഏത പൗരന്റെയും കടമയാണ് എന്നുള്ളതാണ്. ആ ഒരു കാരണം കൊണ്ടാണ്. പിന്നെ പണ്ട് രേണുസുധി ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ അടിപൊളിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഏതോ ഒരു യൂട്യൂബർ എന്തോ ഒരു ഡയലോഗ് അടിച്ചല്ലോ, സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയല്ല രേണുസുധി എന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെയാ വെച്ചാൽ വെള്ളം പൂശിക്കും. എന്നെ കൊണ്ട് വെള്ളം ഒന്നും പൂശാൻ പറ്റൂല കേട്ടാ. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.